നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇഫ്താറിൻ്റെ ഒക്കെ ടൈമിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ പോളയാണ്. ഇത് ബ്രെഡും അതുപോലെ തന്നെ മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എഗ് പപ്സിൻ്റെ ഒക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് മുട്ടയുടെയും പിന്നെ അതുപോലെ ആ ഉള്ളി മസാലയുടെ ഒക്കെ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു പോളയാണ് ഇത്. ശരിക്കും ആ പപ്സിൻ്റെ അതേ ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോളയാണ്. അപ്പോൾ നമുക്ക് ഈ ഈസി ആയിട്ടുള്ള എഗ് പപ്സ് പോള എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്സ് പോള ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അയൺ കടായാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ അയൺ കടായി ഒക്കെ ആകുമ്പോൾ നമുക്ക് സവാള ഒക്കെ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാനും പറ്റും, പെട്ടെന്ന് തന്നെ കുക്കായി വരും. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നല്ല കനം കുറച്ചിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണിത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള ഒക്കെ വഴറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം, നല്ല ബ്രൗൺ കളർ ആവണം. അപ്പോഴാണ് നമ്മുടെ ഈ പപ്സ് പോളൻ്റെ ഈ ഒരു മസാല ശരിക്കുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു പപ്സിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. മസാല ഒക്കെ ശരിക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരിക. നല്ല ബ്രൗൺ കളർ ആവണം ഈ സവാള. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് ചെറുതാക്കി എരിഞ്ഞിട്ടുള്ളതാണ്, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ടും ചേർക്കാം. ഇനി നമുക്ക് ഈ സവാള നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാള ഒക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ടെക്സ്ചറിലാവണം. അപ്പോഴാണ് നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക. മുളക് പൊടിയുടെ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ഒക്കെ അളവ് കൂട്ടിയാൽ മതി. ഇപ്പോൾ നമ്മുടെ മസാല ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കളറിൽ വന്നിട്ടുണ്ട്, നല്ല ഡാർക്ക് കളറിലായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പെപ്സിൻ്റെ അതേ ഒരു ടേസ്റ്റാണ് ഈ ഒരു മസാല. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പോള എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയിട്ട് നന്നായിട്ട് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരെയും പാത്രത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. വലിയ പാത്രമൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിരിക്കും. പിന്നെ അതുപോലെ തന്നെ 3 മുട്ട ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയിലയും പുതിനയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പൂടെ ചേർക്കാം. ആ മുട്ടയിലേക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പോള സെറ്റ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നെയ്യാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഈ പോള സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഓരോ ബ്രെഡ് എടുത്തിട്ട് ഈ മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. 2 സൈഡും ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം
നമ്മൾ ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ സൈഡ് ഒന്ന് ഇങ്ങനെ കുറച്ച് കയറിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ അങ്ങനെ കുറച്ച് സൈഡ് ഇങ്ങനെ കയറ്റി വേണം വെക്കാൻ വേണ്ടിയിട്ട്. സൈഡ് ഫുള്ള് നന്നായിട്ട് കവറായിട്ട് വേണം വെക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പോള അങ്ങനെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത പീസ് നമുക്ക് വെച്ച് കൊടുക്കാം. അടുത്ത പീസ് വെക്കുമ്പോൾ നമ്മുടെ ഈ ആദ്യം വെച്ച ബ്രെഡിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സൈഡിലേക്കൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് സൈഡ് ഭാഗത്തൊക്കെ വെക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. സൈഡ് ഭാഗത്തൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കാം. ഇപ്പോൾ ഞാൻ അടിഭാഗത്ത് ഈ ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. വെക്കുമ്പോൾ കുറച്ച് നമ്മൾ കയറ്റിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. സൈഡിലേക്കൊക്കെ കണ്ടോ ഇതുപോലെ കയറ്റി വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മൾ മസാല ഒക്കെ വെച്ചിട്ട് പിന്നെ മുകളിൽ ബ്രെഡൊക്കെ വെക്കുമ്പോൾ ഒന്നായിട്ട് കവറായി വരുള്ളൂ, അല്ലെങ്കിൽ മസാല ഒക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് ഇല്ലാതെ അങ്ങനെ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ചെറിയ പീസ് ബ്രെഡ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലേൻ്റെ കൂട്ട് വെക്കാം. ഇതിലേക്ക് മസാല ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. മുഴുവനായിട്ട് വെക്കണ്ട, നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇനി മുട്ട വെച്ചതിൻ്റെ ശേഷം ബാക്കി നമുക്ക് വെച്ച് കൊടുത്താൽ മതി. പകുതി മസാല നമുക്കിപ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ മസാല ഒക്കെ കണ്ടത് നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ മസാല നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ സ്ലൈസ് വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോ സ്ലൈസായിട്ട് നമുക്കിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഈ മസാല ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിങ്ങനെ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് പപ്സ് ഉണ്ടാക്കുന്നതിലൊക്കെ ഒരുപാട് എളുപ്പമാണിത്. ഇപ്പോൾ ഞാൻ ഇവിടെ മുട്ടയുടെ എല്ലാ പീസും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നേരത്തെ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ബ്രെഡിൻ്റെ സ്ലൈസ് കൂടെ മുട്ടയിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി വെക്കുമ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് സൈഡൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. മുട്ട ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടിക്കോളും. ഒരു പീസ് ഒന്നിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് കവർ ചെയ്തിട്ട് ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ബ്രെഡ് ഒന്ന് പൊട്ടിച്ചിട്ട് നനച്ച് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിൽ കുറച്ചുകൂടെ മുട്ട മിക്സ് ബാക്കിയുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ ബാക്കി വെക്കുന്നത് നല്ലതാണ്, നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ബാക്കി വന്നിട്ടുള്ള ഈ മുട്ടയുടെ മിക്സും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. നമ്മൾ ബ്രെഡിൻ്റെ സ്ലൈസ് വെക്കുമ്പോൾ സൈഡൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് കറക്റ്റായിട്ട് നമുക്കൊരു പോളയുടെ ഷേപ്പിൽ കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പപ്സ് പോള ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒരു ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് പഴയ ഒരു നോൺ സ്റ്റിക്ക് പാന് അടിയിൽ വെച്ച് കൊടുക്കാം. നമുക്കൊരു 5 മിനിറ്റ് ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇനി നമുക്ക് ഒരു പഴയ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 30 മിനിറ്റ്, ഒരു 25-30 മിനിറ്റ് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഈ അടിയിൽ വെച്ച പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു 25-30 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ പോള കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കണ്ട സൈഡ് ഒക്കെ നന്നായിട്ട് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് നല്ലൊരു ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഇനി ഒരു നെയ്യ് തടവിയിട്ടുള്ള ഒരു പാനിലേക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് ഈ മുകൾ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പപ്സ് പോള ഞാൻ ഒരു പാനിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കുക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടെ ഒന്ന് അങ്ങനെ ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ടിട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് സൈഡും നന്നായിട്ട് ആയി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പപ്സ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മുകൾ ഭാഗം ഒന്ന് ഒരു 5 മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഒരു നോമ്പ് തുറക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുവേണ്ടി തൊട്ട് താഴെയുള്ള റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിനി എപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.